അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴിമുട്ടയും പിന്നെ നമ്മുടെ പാലക്ക് ഈ രണ്ട് സാധനങ്ങളോട് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അത് എത്ര വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് മുട്ട നമുക്ക് എടുക്കാം. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ ഈ പാലക്ക് നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മളപ്പോൾ പാലക്ക് നല്ല അടിപൊളിയായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീനച്ചട്ടിക്കകത്തോട്ട് സ്വല്പം അധികം എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി കേട്ടോ. അടി കെട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അതെ, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് സ്വല്പം നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് വേഗം തന്നെ ഇളക്കി, കാരണം അത് അടക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഇളക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് നമ്മൾ ഇതിൻ്റെ അകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. ആ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഇത് നിർബന്ധമുള്ളൊരു കാര്യമേ അല്ല, പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും സാധനം. അപ്പോൾ ഇതൊന്ന് എന്താ പറയുന്നത്, ഞാൻ പുറപ്പാകുന്നുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഒരു മൊരിഞ്ഞുണ്ട്, അത്ര പരിപാടി. അപ്പോൾ അന്നായിക്കോട്ടെ. നമ്മുടെ മുട്ട നന്നായിട്ട് മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കോരിയൊന്ന് മാറ്റാതെ. നമുക്കിനി ഈ എണ്ണയിൽ തന്നെ ബാക്കി പരിപാടി മുഴുവൻ ചെയ്താൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ മസാല വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാറില്ലേ അതിൻ്റെ പേര്, പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, ഏലക്കായും ഒരു 3-5 ഗ്രാമ്പും പിന്നെ കറുവാപ്പട്ടയും കുരുമുളകും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ സാധാരണ മസാല കൂട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു വറ്റൽമുളക് കൂടെ ഇട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. അരിയുന്നതിനേക്കാൾ നല്ല ചതച്ചെടുക്കുന്നതാണ്. നമ്മൾ പേസ്റ്റ് ഇല്ലാത്ത നമ്മൾ ചതച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ കൊണ്ടൊന്ന് മാറും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിനി നമ്മുടെ ഉള്ളി സവാള സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടായിരിക്കണം, നീളത്തിലല്ല. നമ്മൾ മറ്റേ ഓംലെറ്റിലൊക്കെ ആയിരിക്കണം ചോപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ കൊത്തി അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊത്തി ചെറുതാകുന്നതനുസരിച്ച് ഗ്രേവിയുടെ ടേസ്റ്റ് ദാബ സ്റ്റൈല് കുറെ കൂടെ കൂടും. നമ്മളിത് ദാബ സ്റ്റൈലില് നമ്മുടെ കറിയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ പറയാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. അപ്പോൾ ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അത് വഴരാൻ വേണ്ടി നമുക്കൊരു സ്വല്പം ഉപ്പ് നമുക്ക് ചേർക്കണം. അത് തന്നെയല്ല ദാബ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അവർ ഇച്ചിരി കൂടെ എണ്ണ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം എണ്ണ കുറച്ചാണ്. ദാബ എല്ലാത്തും നമ്മൾ കുറച്ച് എണ്ണ കുറയ്ക്കുക. ഇതൊന്ന് വഴനാനും മാത്രമുള്ള ഒരു ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കറി റെഡിയാക്കാൻ. ബാക്കിയൊക്കെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ സവോള നല്ല അടിപൊളിയായിട്ട് വഴന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഇതേപോലെ നുള്ളു നമ്മുടെ ജീരകം, സാധാ ജീരകം. അപ്പോൾ ഇനി നമുക്കിതിന് എരിവിനും അതിനൊക്കെ ആവശ്യമുള്ള പൊടി ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാവേ. നമ്മൾ ആദ്യം നമ്മൾ മുട്ട ഇട്ട സമയത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടത്, അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇടുക. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണിനേക്കാളും താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയെ, ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാല, ഇത്ര സാധനം ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം അത് പെട്ടെന്ന് മാറും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പാലക്കിൻ്റെ ഗ്രേവി അത് കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് തിളച്ച് റെഡിയാണ്. വേഗണം, അതാണ് മെയിൻ സംഭവം. ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ആ കുറുകി വരുന്ന ആ നേരം വരെ നമുക്കിതൊന്ന് ഇതാക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ.
അപ്പോൾ അതേ നമ്മുടെ ഈ പാലക്കിന്റെ ഗ്രേവി ഉണ്ടല്ലോ അതേ നല്ല അടിപൊളി എഴുതുണ്ട് നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ നേരത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മളൊരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എന്താ പറയുന്നത് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്ത് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയപ്പോൾ നമ്മൾ സ്വല്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം രണ്ടാമത് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ തക്കാളിയുടെ ആ ഒരു പച്ചപ്പും മാറണം. നമ്മുടെ ഗ്രേവി കുറുകി കിട്ടും. അതെ അതിന്റെ ഒരു മീഡിയം രീതിയിൽ അപ്പോൾ അത് നമ്മുടെ ഇരുന്ന് പതിയെ ഇരുന്നത് റെഡിയായി. ആ സമയത്തിൽ ഇത് തക്കാളി പാലൊക്കെ എല്ലാം നന്നായിട്ട് വേഗവും ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഗ്രേവി അതിൻ്റെ കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് തിളച്ച് ഇതിപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുണ്ടല്ലോ പൊട്ടും. അപ്പോൾ അത് കാരണം നമുക്ക് തീ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പുഴുങ്ങി നമ്മൾ എന്താ പറയുന്നത് വറുത്ത് വെച്ചിരിക്കുന്നത് വറുത്ത് റോസ്റ്റ് ചെയ്തത് നമ്മൾ മുട്ട അങ്ങോട്ട് ചേർത്തിട്ട് അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഓപ്ഷനാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ സാധാരണ മുട്ട റോസ്റ്റും മുട്ടക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ പാലക്കും വെച്ചിട്ട് ഈ പാലക്കിന് പകരം നമ്മൾ ചീര വീണാൽ ഉപയോഗിക്കും. പക്ഷേ ടേസ്റ്റും ഗുണവും ഇതിനാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതുതന്നെയല്ല അത്യാവശ്യം നല്ല ആരോഗ്യ ഗുണമുണ്ട്. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ എണ്ണയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതെ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റൊക്കെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടിപൊളി മറ്റൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.